ഗുഡ് മോർണിംഗ്. ഗ്യാസ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. ഗ്യാസിൻ്റെ ബുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇവിടെ മീറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗ്യാസിൻ്റെ ബുക്ക് വാങ്ങണം. പിന്നെ കുറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിട്ട് വീട്ടിൽ പോകണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഗ്യാസ് ഇറക്കാൻ വന്ന ആ ഭാഗങ്ങൾ പിന്നെ ഓഫീസിൻ്റെ ബാക്ക് ഭാഗമാണിത്. താഴെപ്പാലം അപ്പം ഞാൻ അവിടെ നിന്നൊക്കെ വന്ന് ഗ്യാസ് വാങ്ങിച്ച് വന്നു. പിന്നെ തിരൂര് പോയി. പിന്നെ വെള്ളത്തുണില്ല, വെള്ളമുണ്ട് കുറവ്. വെള്ളമുണ്ട് അധികം എൻ്റെ അടുത്തില്ല. അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളിയിൽ പോണ്ടേ. അപ്പം ഞാനൊരു വെള്ളമുണ്ട് വാങ്ങിച്ച്. ഇതാ കുഴപ്പമില്ലല്ലോ, ഒരു വെള്ളമുണ്ട് വാങ്ങിച്ച്. പിന്നെ ഗ്യാസിൻ്റെ ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസിൻ്റെ ബുക്ക് പിന്നെ മിസ്സായിരുന്നു. അപ്പോൾ പുതിയ ബുക്ക് കിട്ടി. പിന്നെന്താണ്, റോഡ് മോശമാണ്. റോഡ് ഇങ്ങനെ നല്ലായിരുന്നു, ഇതിനേക്കാളും കഷ്ടമായിരുന്നു. എന്നാലും ഇതിപ്പോൾ ഉണ്ണിയപ്പത്തിന് പിന്നെ എന്താ പറയുക, പാത്രം വെച്ച മാതിരിയായി. പലയിടത്തും കുയ്യല്ല. ഇങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ കലക്കി ഒഴിച്ചാൽ മതി. അതേപോലെ ഇങ്ങനെ ഇപ്പോൾ റോഡ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മോളല്ലേ ഇയാള് റെസ്റ്റിലാണ്. ആരും ചേട്ടാ, ഞാൻ ഒറ്റക്കന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. ഇനി നല്ല റോഡാണ് ഇനി വരാൻ പോകുന്നത്. കണ്ട ഉണ്ണിയപ്പത്തിന് കുഴിച്ച മാതിരില്ലേ കാണുമ്പോൾ. ഞങ്ങളവിടെ ഭാഗത്ത്, ഞങ്ങളുടെ റേഷൻ കടയുടെ ഭാഗത്ത് റോഡിൽ വാഴ നട്ടിയിരുന്നു. ഇപ്പോൾ റോഡ് നന്നായില്ലേ. ഇതാണ് പനമ്പാലം. പഴയ പാലം നേരെ കണ്ടത് പുതിയ പാലത്ത് നമുക്ക് കയറുന്നത്. പുതിയ പാലം ഇവിടുന്ന് പുതിയ റോഡിൻ്റെ പവർ കഴിഞ്ഞിരിക്കുന്നു. വെണ്ണിലാവ് പോലും നിനക്കിന്നെരിയും വേനലായി, വർണ്ണരാജ്യമേറ്റും വസന്തം വർഷശോകമായി. ഇപ്പം മീശപ്പടി എത്തി. മീശപ്പടിക്കലാണ് നമ്മുടെ കോട്ടേഴ്സ്, എൻ്റെ കോട്ടേഴ്സ്. ഇപ്പം മീശപ്പടി എത്തി. ഇനി ഇവിടുന്ന് ഒരു കോഴി വാങ്ങണം, കുറച്ച് ഒരു ബിരിയാണി അരി വേണം, നെയ്ച്ചോറ് വെക്കണം, നെയ്ച്ചോറ് കഴിക്കണം.
ഇവിടെ നിന്നാണ് കോഴി വാങ്ങുന്നത്. ഇവിടെ നിന്ന് അവിടുന്ന് ഈ കടയിൽ നേരെ കണ്ട കട അവിടുന്ന് അരി വാങ്ങണം. നമ്മൾ ഇതാക്കണേ ന്യൂ ഫ്രണ്ട്സിനെ പോയാലേ ന്യൂ ഫ്രണ്ട്സ് മെൻസിൻ്റെ ഓണറാണ് അത്. അതിനിപ്പോഴും ഇവിടെ ഉണ്ടാവാൻ 200 എടുത്തിട്ടാ മതി, കുറച്ച് മതി. സാധനം വാങ്ങിയതായ ഇതപ്പോൾ എൻ്റെ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീടെത്തി പള്ളി പോയി വന്നു. ഇനി നേരെ വീട്ടിലേക്ക് പോവാം. നേരെ അവിടെ തിരുവിടുന്ന് നേരെ വീട്ടിൽ കയറി പിന്നെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് വേഗം പള്ളിക്ക് വന്നതാണ്. ഇനി വീട്ടിൽ പോവാം. ഓക്കെ, നല്ല വിശപ്പുണ്ട്. എൻ്റെ മോളിട്ട് ഞാൻ അതുവരെ നിന്നത് ഇതാ ഈ വീട്ടിലായിട്ട്. വീടല്ല, സോറി, ഫ്ലാറ്റിൽ. ഇവിടെ ഒരു കുളമുണ്ട്. ചിലപ്പോൾ ഒരു ഭ്രാന്താണ്, ഒന്ന് ചാടി കുളിക്കണം. അപ്പൊ ഒന്നും നോക്കൂല, ഓർത്തമുണ്ട് എടുത്ത് വരൂലേ. നമ്മളെ സ്വന്തം അങ്ങാടിയാണിത്. ഇത് നമ്മളെ കുളം. ചാടണം തോന്നിയാൽ തോർത്തെടുത്ത് വരും. ഒരറ്റ ചാട്ടാണ്. എന്താ ഇത് ലേഡീസിന് ഉടുപ്പ് കുടിക്കാനുള്ള സ്ഥലം. പിന്നെ നമ്മളെ ഒരങ്ങാടി ഒരങ്ങാടി കഴിഞ്ഞ് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാഴ്ച! ഇവിടെ വന്ന പോലെ അടിപൊളി. നമ്മളെ ഏരിയയിലേക്ക് തിരിയാൻ പോവാണ്. ഇതാണ് നമ്മളെ ഏരിയ. നമ്മളെ ക്വാർട്ടേഴ്സ് നല്ല അടിയിൽ 4 മേലെ 4, പിന്നെ ഇപ്പുറത്തും 2 മേലെ 2, ഇങ്ങനെയാണ് ഇവിടെ. ആ ലാസ്റ്റ് ടോമുള്ളത് ഞാൻ പുറംഭാഗം കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഏരിയത്തി ഇതാണ് നമ്മൾ വീട്, ക്വാർട്ടേഴ്സ്. വീട് തന്നെ വരുന്നത് വയൽ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഉള്ളത് ഈ ഭാഗം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പ് ഇപ്പോൾ ഞാനൊരു എൻ്റെ ചാനൽ ഇട്ടെന്നോ സംശയമുണ്ട്. അതാ ഇങ്ങനെ അങ്ങോട്ട് വരും. പിന്നെ ഇവിടെ നിന്നൊക്കെ ചെക്കന്മാർ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ചൂണ്ടയിടണ്ട മീനുണ്ട്, ചെറുതായിട്ട് ചെറിയ മീനുകളൊക്കെ. ഇതിൻ്റെ സൈഡ് ഭാഗമാണ് ഇവിടെ, വീടിൻ്റെ സൈഡ് ഭാഗം. ഇതിങ്ങനെ ഞാൻ വന്നിട്ടോ ഇങ്ങനെ ഇതായി കാണുന്ന സൈഡ് ഭാഗം ഇങ്ങനെ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ കിച്ചണ്. ഞാൻ അങ്ങനെ കാണിച്ചുതരാം. ഓക്കെ, മീശപ്പടി അങ്ങാടി. വന്നു. സംഭവം കൊണ്ട് നെയ്ച്ചോറൊക്കെ തന്നെയാണ്. നെയ്ച്ചോറ് ഇതാണ്, കോഴി പൊരിച്ചത്, പിന്നെ ഈ ഐറ്റംസുകളൊക്കെ.
അപ്പോൾ ഓക്കെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ആണ്. ഓക്കെ ബൈ.